ദീനിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണ് ചോദിക്കേണ്ട ആവശ്യമില്ല. ഉമ്മ പറയണേ, ഭാര്യ പറയണേ. ഉമ്മയോട് പാലിക്കണം എല്ലാ മര്യാദയും പാലിക്കണം, ഭാര്യയോട് പാലിക്കണം എല്ലാ മര്യാദയും പാലിക്കണം. ഉമ്മാക്ക് വേണ്ടി ഭാര്യയെ ഒഴിവാക്കേണ്ട ആവശ്യമില്ല, ഭാര്യയ്ക്ക് വേണ്ടി ഉമ്മാനെ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു നിലക്കും ഒത്തുപോകണമെങ്കിൽ ഉമ്മാക്കാണ് ഒന്നാം സ്ഥാനം. ആണിനെ സംബന്ധിച്ച് ഒന്നാം സ്ഥാനം ഉമ്മാക്കാണ്. ഭാര്യയേക്കാളേറെ അവന്റെ കാര്യത്തിൽ ഗുണകാംക്ഷി ഉമ്മയാണ്. ഭാര്യയേക്കാളേറെ അവന് കടപ്പാടുള്ളത് ഉമ്മയോടാണ്. ഭാര്യ തൊലാക്കില്ലാൽ അന്യയായി മാറും. ഉമ്മാനെ ജീവിതത്തിൽ അന്യയാക്കാൻ യാതൊരു ചാൻസും ഇല്ല. ഉമ്മ കാഫിറാണെങ്കിൽ പോലും കൂടെ നിർത്തി എല്ലാ നന്മയും ചെയ്തു കൊടുക്കാൻ വേണ്ടി ഭാര്യയാണെങ്കിൽ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ഒന്നാം സ്ഥാനം ഉമ്മാക്ക്, രണ്ടാം സ്ഥാനം ഉമ്മാക്ക്, മൂന്നാം സ്ഥാനം ഉമ്മാക്ക്. അത് കഴിഞ്ഞിട്ട് നാലാം സ്ഥാനം ബാപ്പാക്കുള്ളൂ. അതും കഴിഞ്ഞിട്ടേതായാലും ഭാര്യക്കുണ്ടാവും. അവിടെ ഉമ്മാക്ക് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി ഉമ്മാനെ ഉറപ്പിക്കാന്നതെന്നാലും പറ്റുകയില്ല. രണ്ടും ഒന്നിച്ചു കൊണ്ടുവരാനാണ് വേണ്ടത്. ഭാര്യയോട് ബോധ്യപ്പെടുത്തി കൊടുക്കണം, ഇതിന്റെ ഉമ്മയാണ്. എന്ത് വന്നാലും ഉമ്മാനെ തള്ളിയിട്ട് എന്റെ പുറക്ക് എന്നെ കിട്ടില്ലാന്ന് ഓളെ മനസ്സിലാക്കി കൊടുത്താൽ തന്നെ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. ഭാര്യ ഭർത്താവ് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എന്താ കാട്ടം, ഉമ്മാനെ കൊണ്ട് കുടുങ്ങി, നമുക്ക് വാടകയ്ക്ക് പോകാം, ഇതുപോലെ നമ്മൾ ചർച്ച ചെയ്താൽ പിന്നെ ആ ഭാര്യ നാശമാകുന്ന ഒരു സംശയമാണ്. അപ്പൊ ഭാര്യ നാശമാക്കാൻ ഭാര്യയ്ക്ക് മനസ്സിലായി ഞാൻ വിചാരിച്ചത് കിട്ടുന്നു. ഞാൻ വെച്ച് എനിക്ക് എന്റെ അമ്മയും വാപ്പനായിട്ട് എന്തുള്ളൂ, ഉമ്മാനും വാപ്പാനും പഠിപ്പിച്ചുകൊണ്ട് ഞാൻ ഒന്നിനും കൂട്ടിക്കൂടാന്ന് ഓളെ ബോധ്യപ്പെടുത്തിയാൽ അവ ഓളെ അമ്മയും കൂടെ മാറുന്നു. അതാണ് വേണ്ടത്. ഭർത്താവിന്റെ ഉമ്മാനെ സ്വന്തം ഉമ്മായിട്ട് കാണാൻ പറ്റും. അതാണ് ശരിക്കും വേണ്ടത്. പലപ്പോഴും സംഭവിച്ചാലും ഉമ്മ എന്തെങ്കിലും പറയും, അപ്പോ ഓരോ സ്വകാര്യം എന്താ പറ്റുന്നത്, നമ്മൾ തൽക്കാലം ഫ്ലാറ്റിക്ക് പോയാലോ എവിടെ വാടകയ്ക്ക് എടുത്താലോ ഈ ചർച്ച തന്നെ അപകടമാണ്. ഞാൻ എന്തെങ്കിലും പറയും ജോലി അവിടെയാണ്, ബുദ്ധിമുട്ടാണ്, ഫ്ലാറ്റിൽ പോകാൻ സംഘാനൊന്നല്ല പോണത്, ഉമ്മയത്തെ രക്ഷപ്പെടാനാണ്. അത് പറ്റൂല. ഉമ്മയുള്ള കടമകൾ നിർവഹിക്കാൻ കഴിയില്ലാതാണ്. കഅബയിൽ തവാഫ് നടക്കുമ്പോൾ ഒരാള് ഒരു ഉമ്മാനെ തോളിലിങ്ങനെ ഏറ്റിക്കാണ്ട് തവാഫ് ചെയ്യുന്നുണ്ട്. സ്വഹാബിയുടെ കാലത്ത് തോളിലിട്ട് ഉമ്മാനെ താങ്ങി ഉമ്മാനും ചുമന്നുകൊണ്ട് തവാഫ് ചെയ്യുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമായി കണ്ടപ്പോൾ ഈ മനുഷ്യൻ ചോദിച്ചു, എന്റെ ഉമ്മയാണ്, ഉമ്മയോട് ഞാൻ ചെയ്യേണ്ട കടപ്പാടുകൾ നിർവഹിച്ചില്ലേ ചോദിച്ചു. ഇബ്നു ഉമർ ഇല്ല, ഒരിക്കലുമില്ല, നിനക്ക് വേണ്ടി ഉമ്മ അനുഭവിച്ച ഒരു കഷ്ടപ്പാടിനെ പോലും ഇപ്പൊ ചെയ്യണാവില്ല എന്നാണ്. അത്രയേറെ കടമകൾ ഉമ്മയോടുണ്ട്. അവിടെ ഉമ്മയാണ് ഒന്നാം സ്ഥാനം. അത് കയ്യട്ടെ ബാക്കി ആരുമുള്ളൂ. ഭാര്യയ്ക്ക് കൊടുക്കണ എല്ലാ അവകാശങ്ങളും കൊടുക്കുക, അതിന് ഉമ്മ തടസ്സമാവില്ല. ഉമ്മ കൊടുക്കണ എല്ലാം അതും കൊടുക്കുക, അത് ഭാര്യ തടസ്സമാവില്ല. രണ്ടും നിലർത്തി മാന്യമായി അള്ളാഹിനെ പേടിച്ച് കൈകാര്യം ചെയ്താൽ അതൊന്നും പ്രശ്നം വരില്ല. അങ്ങനെ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ഉമ്മാനെ ഒഴിവാക്കാനല്ല ആലോചിക്കേണ്ടത്. ഒരു നിൽക്കും പറ്റുന്ന ഭാര്യനെ ഒഴിവാക്കുക എന്നല്ലാതെ ഉമ്മാനെ ഒഴിവാക്കാൻ പറ്റില്ല. ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ മകൻ കല്യാണം കഴിച്ചപ്പോ കുറച്ച് അത്യാവശ്യം സൗന്ദര്യമുള്ള പെണ്ണായി. ആ പെണ്ണിട്ട് കൊണ്ടപ്പോ പിന്നെ ഫുൾ ടൈം പെണ്ണുങ്ങളൊപ്പം തീർക്കുന്നുണ്ട്. വാപ്പാക്ക് തോന്നി ബുദ്ധിമുട്ടാവുമല്ലോ, ഓന്റെ ദീനില്ലാതാവോ ഓളൊപ്പം കൂടിയിട്ട്. ഉമർ ഖത്താബ് പറഞ്ഞു ഓളെ തലാക്കല്ലിക്കാണ്. അപ്പൊ മോന് പറഞ്ഞു അത് കഴിയൂല, അത് തലാക്കല്ലാൻ പറ്റൂതല്ലോ, വാപ്പ നിർബന്ധിക്കാൻ തലാക്കല്ല. അവസാനം നബിയുടെ അടുത്ത് കേസെത്തി. ബാപ്പ ഇങ്ങനെ പറയാം, എന്താ കാട്ടു ചോദിച്ചു. നബി പറഞ്ഞു ബാപ്പാനനുസരിച്ചോ. കാരണം ബാപ്പ കാണുന്നത് ഇവന്റെ ഖൈറാണ്, ഓൻ കാണുന്നതോ ഓൻ്റെ കാഴ്ചപ്പാട് മാത്രമാണ്. ബാപ്പാനനുസരിച്ചോ തലാക്കെല്ലാം പറഞ്ഞു. ഷെയ്ഖ് അൽബാനിയോട് ചോദ്യം വരുന്നുണ്ട്, ഇങ്ങനെ പറഞ്ഞാൽ ഇപ്പോ ഒരു വാപ്പ പറയണേ ഉമ്മ പറയണേ ഓളെ ഒഴിവാക്കുന്നതൊക്കെ ഒഴിവാക്കേണ്ടി വരില്ലേ, അത് ബുദ്ധിമുട്ടാവില്ലേ ചോദിച്ചു. ഷെയ്ഖ് അൽബാനി മറുപടി കാണാം, ഉമർ ഖത്താബിനെ പോലത്തെ വാപ്പയും ഇബ്നു ഉമർ പോലത്തെ മോനുമാണെങ്കിൽ ബാപ്പനെ അനുസരിക്കണം. അപ്പൊ എല്ലാ വാപ്പയും പറഞ്ഞെല്ലാം അനുസരിക്കണം എന്നല്ല. ഉമർ ഖത്താബ് തലാഖെല്ലാം പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല, തന്റെ മകന് ദീൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ആശങ്ക. അപ്പൊ അതിന് സംരക്ഷിക്കാൻ വേണ്ടി ചെയ്ത പണിയാണ്. കാരണം അങ്ങനത്തെ വാപ്പ അങ്ങനത്തെ മോനുമാണെങ്കിൽ ആ വാപ്പ അനുസരിക്കണം എന്നാണ് ഷെയ്ഖ് അൽബാനി റഹിമത്തുള്ളാഹി അലൈഹി ഇത് കൊടുത്ത വിശദീകരണം. അപ്പൊ രണ്ടും ഒന്നിച്ചാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. ചിലതൊക്കെ ഈ കുടുംബജീവിതം വെച്ചാല് കുറച്ചൊക്കെ നമ്മൾ ചില നാടകങ്ങളൊക്കെ വേണ്ടിയിട്ടുണ്ട്. ഭാര്യയും ഭർത്താവ് ഒത്താൻ മതി. ഞാൻ ഉമ്മാനും മുമ്പ് അന്നോ ചീത്താൽ ഇട്ടൊന്നും വിചാരിച്ചോണ്ടാകാൻ മതി. ഉമ്മാക്ക് അത്രേ ഉണ്ടാവുള്ളൂ, ഉമ്മാക്ക് അത്രേ ഉള്ളൂ. ഉമ്മാനെ സംബന്ധിച്ച് എൻ്റെ കുട്ടി നഷ്ടപ്പെട്ടു പോകോ, ഓടൊപ്പം കൂടുമോ, ഇനിയിപ്പോൾ എന്നെ നോക്കൂല എന്നൊക്കെ ഒരു ബേജാറ് സ്വാഭാവികമായിട്ട് ഉമ്മാക്കുണ്ട്, പ്രത്യേകിച്ച് വാപ്പ മരിച്ചന്മാരാണെങ്കിൽ. അപ്പം ഉമ്മാക്കൊരു ബോധ്യപ്പെടുത്ത വലിയ നിങ്ങൾ കഴിഞ്ഞിട്ട് എനിക്ക് എന്തുള്ളൂ,
അത് ഉമ്മ എവിടേക്കും പോവുകയാണെങ്കിൽ ഉമ്മാനെ ചോദിച്ചാൽ ഉമ്മ പറഞ്ഞാൽ പോകാം എന്ന് പറഞ്ഞാൽ ഉമ്മക്ക് അത്ര ആവശ്യമുള്ളൂ. തുണിപ്പായി മാറ്റി ഇറങ്ങിയിട്ട് ഉമ്മ പോയിട്ടുണ്ടെങ്കിൽ അത് വേദനയ്ക്കാൻ ഉമ്മക്ക്. ഉമ്മാട് ചോദിച്ചു പോവുക, ഉമ്മ പറഞ്ഞമായി ചെയ്യുക. അന്ന് ഉമ്മാനെ ബോധ്യപ്പെടുത്തിയാൽ മതി. എന്തുണ്ടെങ്കിലും എന്നോടൊക്കെ ഉമ്മാനെ ചോദിച്ചോക്കെ ഉമ്മ പറഞ്ഞാൽ ചെയ്യുക. ഉമ്മാക്ക് അതിനും വലിയ അംഗീകാരം പോകണമെന്നില്ല. ബാപ്പാക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. അപ്പം ഇപ്പം എന്തായാലും സാറില്ല പൊട്ടയായിരിക്കും. ഇനി വിഷമുണ്ടെങ്കിലും അപ്പം ഉണ്ടില്ല, ആയിക്കോട്ടെ. ഉമ്മതല്ല, ഉമ്മക്കിത് ഭയങ്കര വേദനയായിരിക്കും. അപ്പം വരുമ്പോഴും പോകുമ്പോഴും കൊടുക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ ഉമ്മാനെ പരിഗണിക്കുക. അല്ല ഓളെ കാര്യം ഇപ്പോൾ ഓളെ കെട്ടിയ ശേഷം പിന്നെ അപ്പം ഞാനൊന്നും വേണ്ട എന്ന് ഉമ്മാക്ക് തോന്നൽ വരും. അത് വരുത്താതൊക്കെ എന്നുള്ളതാണ് പുരുഷന്മാർ ചെയ്യേണ്ട ബാധ്യത. അത് ഭാര്യയും ഭർത്താവിൻ്റെ ഒത്തിട്ട് അങ്ങനെ ഉമ്മാനെ സ്നേഹിച്ചാൽ ഏത് ഉമ്മയും ഏറ്റവും നല്ല ഉമ്മാനായിട്ട് മാറും. ഒരു ഒപ്പം കൂടിയിട്ട് ഉമ്മാനെ സ്നേഹിക്കുക, ആത്മാർത്ഥമായി സ്നേഹിക്കുക. അതാണ് ഇല്ലാതെ പോകുന്നത് പലപ്പോഴും. ഉമ്മ ഒരു ഭാരമായി തോന്നിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ആയിക്കൂടാ.